സോ ഐ ജോയിനഡ് റൈസ് SMB. ഈ ഇതിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ആൻഡ് ഈ 2 ദിവസത്തിൽ ഞാൻ ഒന്നും ഗ്രൈൻഡ് ചെയ്യാതെ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ്, പിന്നെ എനിക്ക് ടോട്ടം ഷീൽഡ് ഇതൊക്കെ തന്നു. എങ്ങനെ ഈ റൈസ് SMBയിൽ എന്നെ അറിയുന്ന ഒരുപാട് പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ കയറാൻ തന്നെ കാരണം വേസ്റ്റ് ഗെയിമറിൻ്റെ വീഡിയോ ഇട്ടാണ്. ആൻഡ് താങ്ക്സ് ഫോർ വേസ്റ്റ് ഗെയിമർ. അയാളുടെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ ഇതുവരെ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറുക. ബട്ട് സ്റ്റിൽ ഇതിനൊരു പ്രശ്നമുണ്ട് ഈ സെർവറിന്. ഞാൻ എന്തായാലും നൂബ, ബട്ട് ഇതിലൊരുപാട് ഡേഞ്ചറസ് പ്ലെയേഴ്സും ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു സെർവർ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സെർവർ റൈസ് SMB ആണ് ഗൈസ്. അപ്പോൾ റൈസ് SMBനെ പറ്റി കുറച്ച് പേർക്ക് അറിയിക്കും, അതേപോലെ പറഞ്ഞുതരാം. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ബട്ട് ഞാൻ ഈ സെർവറിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ ഗ്രൈൻഡൊന്നും ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പോഴേക്കും എനിക്കിത് ഫുൾ ടൂൾസ് ആൻഡ് അയൺ ആർമർ, ഒരു സ്റ്റാക്ക് ചിക്കൻ, ക്രോസ്ബോ എന്തൊക്കെയാണെന്ന് നോക്കി ഇതെങ്ങനെ കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഫാൻ ബോയ് ചെറുക്കൻ്റെ കണ്ട് അവന് മനസ്സിലായി ഞാനിവിടെ പുതിയ എഴുത്തിനാണ്. അതോടെ തന്നെ അവനെ ഹെൽപ്പ് ചെയ്ത് അയൺ ആർമറും അയൺ ടൂൾസും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ സ്കിൻ ഞാൻ അടുത്ത എപ്പിസോഡ് മുതലുണ്ട് ഗൈസ്. മടിയായി ഗൈസ്, മടി. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എക്സാം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല. അപ്പോൾ ഈ തുടക്കം തന്നെ നമുക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കൂടി പറഞ്ഞു തരാം. ഇപ്പം എൻ്റെ ഒരു ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 രൂപയായിരുന്നു ഗൈസ്. 30 രൂപ. അപ്പം 30 രൂപ നമുക്കൊന്ന് കൂട്ടണം ഗൈസ്. 30 രൂപ പോരാ. സോ 30 രൂപ എങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനം ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഐറ്റംസ് ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഒരുപാട് സംഭവം വിൽക്കാം. നമുക്കിപ്പോൾ ഇത് വിൽക്കാം. പിന്നെ ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്നും വില ആവില്ല, എന്നാലും ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വിൽക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തടിയും കാര്യങ്ങളൊക്കെ വിൽക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണോ വിൽക്കാൻ താല്പര്യം അത് കൈ പിടിച്ചിട്ട് നമ്മുടെ // സെൽ ആൾ ഹാർട്ട് എനിക്ക് 9 രൂപയ്ക്ക് ഞാനത് ഫുൾ ഇട്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ നമുക്ക് വഴി കൂടെ ഇത് വിൽക്കാൻ കഴിയും. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ഗുഡ്. സോ നമുക്കിനി തടിയും കാര്യങ്ങളൊക്കെ കിട്ടാം. നിങ്ങൾ റീപ്ലേ മോഡൊക്കെ കണ്ടിട്ട് പോവാ. ആൻഡ് ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് സോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ തടി വെട്ടുന്ന ദൃശ്യങ്ങൾ കണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ സെർവറിൽ MC ഗെയിമർ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ MC ഗെയിമറിനെ വേസ്റ്റ് ഗെയിമർ കണ്ടുകയും ചെയ്ത് അവനെ മറ്റേ യൂട്യൂബറിൻ്റെ സംഭവം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല MC ഗെയിമർ റിച്ച് ആക്കിയിട്ട് വേസ്റ്റ് ഗെയിമർ, കാരണം ഈ സെർവറിൻ്റെ ഓണർ തന്നെ വേസ്റ്റ് ഗെയിമറാണല്ലോ. സോ വേസ്റ്റ് ഗെയിമർ ഒരു പാടുമില്ലായിരുന്നു MC ഗെയിമറിന് മണി കൊടുക്കാൻ. സോ ഞാനും വേസ്റ്റ് ഗെയിം ഡിസ്കോഡിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതുവരെ ഞങ്ങൾ സെർവർ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല. ആൻഡ് ഇത് ആലോചിച്ചിട്ടായിരുന്നു ഞാൻ തടി വെട്ടിക്കൊണ്ടത്. ആൻഡ് ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേസ്റ്റ് ഗെയിമറിനെ ഈ സെർവറിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും MC ഗെയിമറെ കൊടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതുവരെ വേസ്റ്റ് ഗെയിമറിനെ കണ്ടിട്ടില്ല. ആൻഡ് കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടത് ചോദിക്കുകയും ചെയ്യും. മിനിമം എനിക്കൊരു $1000 എനിക്ക് എന്തായാലും $1000 വേണം. കാരണം ഇതൊക്കെയായിരുന്നു കേസ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുതരാം. അതായത് നമ്മൾ ഈ സെർവറിനകത്ത് ഡയമണ്ടിന് 100 രൂപയുള്ളൂ. ബട്ട് നമുക്കത് മേടിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് വിൽക്കാനേ കഴിയത്തുള്ളൂ. അത് ഒരു ഡയമണ്ടിന് നമുക്ക് 100 രൂപയ്ക്ക് വിൽക്കാം. ആൻഡ് ഞാൻ ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞാൻ തടി വെട്ടിയിട്ട് അത് കംപ്ലീറ്റ് വിൽക്കുമായിരുന്നു ഈ വീഡിയോ ചെയ്ത്. ബട്ട് സ്റ്റിൽ ശരിക്കും ആ തടി ഫുൾ പ്ലാങ്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്ലാബ് ആക്കിയിട്ടോ വിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് അതിനും മണി കുറച്ച് വ്യത്യാസത്തിൽ കൂടുതൽ കിട്ടിയേനെ. ബട്ട് ഞാൻ മണ്ടത്തരം കാണിച്ച് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ MC ഗെയിമറൊപ്പം കളിച്ചിട്ടാണ് MC ഗെയിമർ ഇത് പറയുന്നത്. കാരണം ഇത്ര നേരം ഞാൻ MC ഗെയിമറെ കണ്ടിട്ട് പോലില്ലായിരുന്നു. അതിന് ശേഷമാണ് MC ഗെയിമർ ഈ സെർവറിൽ കയറിയതും ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതും. ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാക്കാക്കുമ്പോൾ ധാരാളം ഇരിക്കും. തടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ലെവൽ
കൂടി ഗൈസ്. അതെ അതെ അതെ. ഞാൻ ഇത് തടി ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഒരു ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഈ സാധനം പൊട്ടിക്കുകയാണെങ്കിൽ മാക്സ് ആയ ഓരോ സംഭവം ചെയ്യുന്ന ലെവലുണ്ടെന്ന സംഭവമുണ്ട്. PvP കളിക്കുമ്പോഴാണെങ്കിൽ ഒരു ലെവൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് കൂടും. ഓ ഷിറ്റ്, എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഫോണ്ട് വിച്ച് ബി സോൾഡ്, നോ ഐറ്റംസോ പിന്നെ ഇരിക്കുന്ന എന്തത് ഗൈസ്. അപ്പം ഈ സർവറിന് ഒരുപാട് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇത്ര നേരം സർവറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ കട്ട് ചെയ്തതാണ്, ഇത്ര നേരം എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ സർവറിനോട് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. നിങ്ങൾ /സ്പോൺ അടിച്ച് നിങ്ങൾ സ്പോണിൽ പോകും. പിന്നെ നിങ്ങൾക്ക് ഓരോ സാധനം മേടിക്കാനും പറ്റും. അത് സ്പോൺ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഗൈസ്. സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അതിപ്പോൾ അയണാണെങ്കിലും ആർമറാണെങ്കിലും ടൂൾസ് കിട്ടത്തില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തടിയൊക്കെ മേടിക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കിയാലും പോരെ. ഓ ഷിറ്റ്, ഇതായത് സീനാണല്ലോ. PvP ഇവിടെ പറ്റില്ലേ? ഡയമണ്ട് ഷിറ്റ്, നല്ല റിച്ചസ്റ്റ് പ്ലെയർ ആണെന്ന് തോന്നുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഈ അയണാർമർ തന്നവനില്ലേ, അവൻ ഫുൾ നെത്രൈറ്റ് ആർമർ എൻചാൻറ്റിങ് ആയിരുന്നു, ട്രിമ്മൊക്കെ ആഡ് ചെയ്തിട്ട്. അവൻ്റെ ടീമാണ് വേസ്റ്റ് ഗെയിമർ. സോ എന്നെ അവൻ തൽക്കാലത്തേക്ക് ടീം എടുക്കില്ല, കാരണം വേസ്റ്റ് ഗെയിമർ കണ്ടില്ലേ, ഈ ഒരു സബ്സ്ക്രൈബ് ടു വേസ്റ്റ് ഗെയിമർ. അപ്പോൾ ഈ ഒരു സർവർ ഉണ്ടാക്കിയവൻ്റെ പേരാണ് വേസ്റ്റ് ഗെയിമർ ചാനൽ. അപ്പോൾ അവൻ്റെ ചാനൽ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവൻ്റെ ടീമാണ്, ഐ മീൻ അവനാണ് ഈ ഒരു സർവർ റിച്ചസ്റ്റ് പ്ലെയർ എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അവൻ്റെ സർവറാണല്ലോ. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ടീം എടുക്കുള്ളൂ. അപ്പോൾ അവന്മാരെ ടീമിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എന്താ പറയുക, ടീമിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും അവന്മാർ നെതറൈറ്റ് ആർമർ കാര്യം തരുമായിരിക്കും. ഹലോ 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 ഹലോ, ഇവിടെ PvP പറ്റുമോ? PvP പറ്റില്ല ഗൈസ്. സോ ഇപ്പോൾ പോയവനാണ് എന്നെ ഫ്യൂച്ചറിൽ കൊല്ലാൻ പോണത്. അതായത് ഇവൻ ഇപ്പോഴും എന്നെ കൊല്ലണമെന്നുണ്ട്, ബട്ട് അവൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് PvP അലോണില്ല. ബട്ട് ഞാനൊന്ന് മാറിക്കഴിയുമ്പോൾ ഇവനെന്നെ തട്ടും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഗൈസ് ഈ സാധനം ഇനി ഇത്രയും ഗൈസ് ലിമിറ്റ് ഉണ്ടാവും ഗൈസ് ഇത് വെക്കാനായിട്ട്. സോ നമുക്കിനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് നല്ലതായിരുന്നു. ഒരു സ്റ്റാക്ക് കിട്ടുമ്പോൾ 48 രൂപ കിട്ടി. ലെറ്റ്സ് ഗോ. നമുക്ക് പൈസ കൊണ്ട് ഡയമണ്ട് ആർമർ മേടിക്കാൻ. ഡയമണ്ട് ആർമർ എത്ര എനിക്ക് അറിയത്തില്ല. 24. എനിക്കിപ്പോൾ എന്തായാലും ഈ പൈസ കൊണ്ട് ഫുഡ് ആദ്യം മേടിക്കണം ഗൈസ്, കാരണം അവൻ തന്ന ഒരു സ്റ്റാക്ക് ചിക്കൻ 7 സ്റ്റാക്കായി. കാരണം ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. അവൻ എനിക്ക് ടോട്ടൊക്കെ തന്നായിരുന്നു, അത് അവൻ തന്നെ പൊട്ടിച്ച്. അവൻ മീസും കൊണ്ട് എനിക്കൊരു അടി അടിച്ചാൽ ഗൈസ്. അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഒറ്റ അടി. നമുക്കിനി ആ സ്പോൺ പോയിന്റിലോട്ട് പോവാം, അല്ലെങ്കിൽ വേണ്ട കുറച്ച് സമയം ഗ്യാദർ ചെയ്താലോ. അപ്പോൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കേസുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ SMB അറിയാലോ, April 2 ഇറങ്ങും. അപ്പോൾ അതിന് ഡിസ്കോഡ് പബ്ലിക്കാക്കി, ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 5 രൂപ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടലി 117 രൂപയുണ്ട്. ഇത്രയും പ്ലാങ്സ് നമുക്ക് തൽക്കാലം എടുത്തു വെച്ചേക്കാം. ഇത് നമുക്ക് യൂസ് ആക്കണ്ട, വല്ല ആവശ്യം വന്ന് നമുക്ക് തന്നെ ഇതാക്കാനാണെങ്കിൽ. പിന്നല്ല ഷിറ്റ്, ഭാഗ്യം രാത്രിക്ക് പേടിയാണ്. അപ്പോൾ ഈ ടൈമിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കീബോർഡിനെ ചതിക്കാൻ തുടങ്ങി. എൻ്റെ കീബോർഡിനകത്ത് മറ്റേ ഈ എസ്കേപ്പ് എന്ന് മറ്റേ ബട്ടണില്ലേ, അത് വർക്കായില്ല. സോ അപ്പോൾ കുറേ ഹിറ്റ് അടിച്ചതിന് ശേഷമാണ് ആ ബട്ടൺ വർക്കായത്. മാത്രമല്ല അവൻ ഡയമണ്ട് ആർമറായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ബാക്ക് ഇറങ്ങി കുറച്ച് AFK നിൽക്കാൻ പോയി. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് റൈസ് SMB കയറി നോക്കുന്നത് ഞാൻ കണ്ടത്. എന്താണ് സംഭവിച്ചേ? ഞാൻ ചത്ത്. എൻ്റെ ഐറ്റംസ് ആരോ മത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന ടൈമിലാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ചത്ത് കഴിഞ്ഞാൽ അവന് എൻ്റെ ഐറ്റംസ് കിട്ടത്തില്ല, കാരണം അതൊരു പെട്ടിയിലായിട്ട് നിൽക്കും, പൊട്ടിച്ചവന് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ആ സ്ഥലം ഞാൻ ഒരുപാട് തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് മറ്റേ വേസ്റ്റ് ഗെയിമറുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്, നമുക്ക് TP അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടുമെന്ന്. ബട്ട് ഞാൻ TP അടിച്ച് സാധനം കിട്ടിയ വിവരം കാണിക്കാൻ എൻ്റെ കയ്യിൽ റെക്കോർഡില്ല. ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി.
ആൻഡ് അത് കിട്ടിയതിന് ശേഷമുള്ളത് നിങ്ങൾ കാണുക. ഓ ഷിറ്റ് ഗൈസ്, അപ്പോൾ ഐറ്റംസുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വൺ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഈ സാധനം ലീഫ് സീത്തർ നമുക്കിനി സെല് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു ലിമിറ്റഡ് ആയ കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ബാക്കിയുള്ള സമയം വിൽക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് മാത്രം വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എന്താണ് വിൽക്കേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഷവ്വൽ ഞാൻ നോക്കിയത്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഷവ്വൽ. യെസ്, ഈ ഒരു സെർവറിൽ ഡേറ്റ് എല്ലാവർക്കും അത്യാവശ്യം PvP പ്ലേയേഴ്സ് ആണെങ്കിലും മാൻഹണ്ട് പ്ലേയേഴ്സ് ആണെങ്കിലും ബ്ലോക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ബ്ലോക്സ് വേണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിചാരിച്ചു ഡേറ്റ് എന്തുകൊണ്ട് വിറ്റിട്ട് അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല മണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രം ഡേറ്റ് ആണെങ്കിൽ ഒത്തിരി റെയറുമല്ല, ഇഷ്ടം വരെ കിട്ടും. പിന്നെ ആ പടം ഷവ്വലിൻ്റെ കേസ് മാത്രം ടെൻഷൻ. ഷവ്വലാണെങ്കിൽ നമുക്ക് ഈസി. സോ ഞാൻ വിചാരിച്ചിനി ഞാൻ വിചാരിച്ചിനി നമുക്ക് ഡേറ്റ് കളക്ഷൻ തുടങ്ങാം. ഡേറ്റിൻ്റെ ഈ ബ്ലോക്ക് പൊട്ടിക്കണ ലെവലാണെങ്കിലും അത് കൂടുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചിനി ഡേറ്റ് മൈൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഷവ്വൽ പൊട്ടുന്ന വരെ മൈൻഡ് ചെയ്ത് ആ ഷവ്വൽ ഓൾറെഡി പൊട്ടാറായിട്ടിരിക്കുകയായിരുന്നു. സോ എനിക്കിത് 1 2 3 4 സ്റ്റാക്കാണ് ഈ കിട്ടിയിരിക്കണം. 4 സ്റ്റാക്ക്. ആൻഡ് ഗീസ് നമുക്ക് അവർ ഒളിച്ചിരുന്നിട്ട് വിൽക്കാം ഗീസ്. അയ്യോ, കുറച്ച് ഡേറ്റ് കൊണ്ട് അതിന് എടുക്കാണ്ട് നമുക്ക് ഓരോ സ്റ്റാക്കായിട്ട് വിൽക്കാം. ഒരു സ്റ്റാക്കിന് 48 രൂപ വെച്ച്. ലെറ്റ്സ് ഗോ. ഇത് നമുക്ക് $48 നമ്മുടെ ഈ ഡേറ്റ് നമ്മുടെ കയ്യിരിക്കും ഡേയ്സ്. നമുക്കിതിൽ ആവശ്യം വന്നല്ലോ PvP. വാട്ട്, ഇതിലാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ നേരെ നമ്മുടെ സ്വന്തം സ്പോണിലോട്ട് ചെയ്യാം. സ്പോൺ ഗൈസ്, നമ്മൾ സ്പോണിൽ നടിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മൾ $221 ഉണ്ട് ഗൈസ്. ഡോളറല്ല, മണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. ഫുഡ് നമുക്കത് മേടിക്കാം. എന്തൊക്കെ ഫുഡ് ഉണ്ട്? നമുക്ക് കുറഞ്ഞ ഫുഡ് $10 $15. എല്ലാത്തിനും വില കൂടുതലാണ് ഗൈസ്. ഇത് ഓടിയ ഗൈസ് $6 ഉള്ളൂ. അപ്പോൾ ഇത് 1 2 3 4 5. പുറത്ത് ഫുള്ള് മഴയാണ്. സോ സോറി, കാലാവസ്ഥ മാറ്റാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, അപ്പോൾ ക്ഷമിക്കുക. ലെറ്റ്സ് ഗോ. 25 ചിക്കൻസ് റെഡി. ഞാൻ പറഞ്ഞ പൈസ കയ്യിലിരിക്കുമല്ലോ, പിന്നെ നമ്മളതിനെ പിടിക്കാം. നമുക്കിനി എത്ര രൂപ ഉണ്ട്? $71 ഉള്ളൂ ഗൈസ്. ഇപ്പോൾ എന്തായാലും എനിക്ക് ഡയമണ്ട് കയ്യിൽ മേടിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ $200 ഞാൻ അങ്ങോട്ട് ഈ സ്റ്റീക്ക് മേടിച്ചു. ഫുഡാണ് ഗൈസ് മെയിൻ. അപ്പോൾ അടുത്തൊരു റൈസസ് അസംബ്ലിയുടെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തെങ്കിലും കൊണ്ടുതരിക. എൻ്റെ ടൈമിൽ നമുക്ക് ഡയമണ്ട് ആർമർ ടൂൾസ് ആവണം. എൻജോയ് ദ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.